الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ സദാസമയം റബ്ബിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ സാമൂഹ്യ പാഠങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സംസാരിച്ചിരുന്നത്. ഇന്നും ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഉണർത്തുന്നത്. ഹജ്ജ് നിർവഹിക്കുന്ന ഓരോ ആളുകളും ഹജ്ജിന്റെ മനാസിക്കുകളെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി അത് കൃത്യമായി അനുഷ്ഠിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുമ്പോൾ പ്രത്യേകമായി പറഞ്ഞത്, ഖുദൂ അന്നീ മനാസികക്കും, നിങ്ങളുടെ ആരാധനകളൊക്കെ എന്നിൽ നിന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ അനുഷ്ഠിക്കണമെന്നാണ്. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ആ ഹജ്ജ് നിർവഹണത്തിൽ റുക്നുകളായ കാര്യങ്ങളുണ്ട്, വാജിബാത്തുകളായ കാര്യങ്ങളുണ്ട്, സുന്നത്തുകളായ കാര്യങ്ങളുണ്ട്. റുക്ന് ഒഴിവായി പോയാൽ പിന്നെ ഹജ്ജ് ഉണ്ടാവുകയില്ല. വാജിബാത്തുകൾ ഒഴിവായാൽ അതിന്റെ പ്രായശ്ചിത്തമായി അറവ് നടത്തിയാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളും നിബന്ധനകളുമുണ്ട്. എന്നാൽ ഈ പറയുന്ന രൂപങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 8-ന് തുടങ്ങി 10-നും പിന്നീട് കല്ലേറിനുമായി അവസാനിക്കുന്ന ഈ രൂപങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യമായ അനുഷ്ഠാന രൂപങ്ങളാണ്. നമസ്കാരം നിർവഹിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് സലാം വീട്ടുന്നത് വരെയുള്ള അതിൻ്റെ രൂപങ്ങൾ അതിൻ്റെ അനുഷ്ഠാന രൂപങ്ങളാണ്, അതിൻ്റെ ബാഹ്യ രൂപങ്ങളാണ്. ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം ആ കർമ്മം അള്ളാഹുവിൽ സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. ഏത് ആരാധനാകർമ്മമായിരുന്നാലും അങ്ങനെ തന്നെ
ഹജ്ജ് കർമ്മമാകുമ്പോഴും അങ്ങനെ തന്നെ. അപ്പോ ഹജ്ജ് കർമ്മം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകാര്യ യോഗ്യമായി തീരണമെങ്കിൽ ആ ഹജ്ജിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ കർമ്മം നിർവഹിക്കേണ്ടത്. ഏതാനും ചില ചടങ്ങുകളിലൂടെ കാര്യങ്ങളിലൂടെ അവസാനിക്കുന്നതല്ല. ഹജ്ജിൽ ഞാൻ സ്വീകരിക്കേണ്ടുന്ന ഉൾക്കൊള്ളേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഉൾക്കൊണ്ടാൽ മാത്രമേ ആ കർമ്മം അള്ളാഹുവിൽ സ്വീകാര്യയോഗ്യമായി തീരുകയുള്ളൂ എന്ന് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ പൂർണ്ണ ബോധ്യമുള്ളവരായി തീരണം. ആ ഹജ്ജിനെ സംബന്ധിച്ച് അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് തൗഹീദാണ്, ഏകദൈവ ആരാധന. അതാണ് ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഈ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് ഹജ്ജിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നടക്കുന്നത്. എന്താണ് തൗഹീദ്? തൗഹീദിന്റെ മർമ്മം എന്താണ്? അതൊരാൾ തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത് എങ്ങനെ? അതാണ് അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലൂടെ അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന അനുഭവ സാക്ഷ്യമാണ്, അല്ലെങ്കിൽ വിളംബരമാണ് ഈ ഹജ്ജ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് നീ മനസ്സിലാക്കണം. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നീ നിന്റെ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി, അതുപോലെ വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും പാപങ്ങൾ പുറത്തു കിട്ടുവാൻ വേണ്ടി അല്ലാഹുവിനോട് നീ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ തരപ്പെട്ടവനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളും തന്നെയില്ല. ഈ ഒരു സാക്ഷാത്കാരത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അഥവാ ആരാധന കൃത്യമായി അള്ളാഹുവിനാക്കിക്കൊണ്ട്, അവിടെ ഇടത്തട്ടു കേന്ദ്രങ്ങളില്ലാതെ നേർക്കുനേരെ ഋജുമനസ്കരായി പൗരോഹിത്യത്തിന്റെ ഇടപെടലുകളില്ലാതെ അള്ളാഹുവിനോട് നേർക്കുനേരെ ബന്ധപ്പെടുന്ന കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ എന്ന് നമുക്കറിയാം. ആ കഅബയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത് അല്ലാ തുശ്രിക് ബി ശൈഅൻ, കഅബാലയം പടുത്തുയർത്തപ്പെട്ടതു തന്നെ തന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, അഥവാ ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ പ്രവാചകനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്ന ശറക്ത ലയഹ്ബതന്ന അമലുക, നിന്റെ ജീവിതത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങളോ കാര്യങ്ങളോ കടന്നു വന്നത് എങ്കിൽ മുഹമ്മദേ നീ പ്രവാചകനാണെന്ന പരിഗണന പോലും ഉണ്ടാവില്ല, നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു വന്നു, ആ സ്വർഗത്തിന്റെയും അവന്റെയും ഇടയിൽ അത് ശിർക്ക് ചെയ്യുന്നവനാണ് എങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ശിർക്ക് ചെയ്യാതെ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഒരു ജീവിത രീതി, അതിൽ പ്രമുഖ സ്ഥാനത്തു നിൽക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്ന അവസ്ഥയാണ് നമുക്ക് ആ ഹജ്ജ് കർമ്മത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ആ വിശദീകരണത്തിൽ അദ്ദേഹം തുടർന്നു, തൗഹീദ് കൊണ്ടാണ് പ്രവാചകൻ ഹജ്ജ് ആരംഭിച്ചത്. തൗഹീദ് കൊണ്ടാണ് ഹജ്ജ് ആരംഭിച്ചത്.
മീഖാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം കെട്ടുന്ന അവിടെ വെച്ചാണ് ഹജ്ജിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ഹജ്ജിന്റെ തുടക്കം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജൻ എന്ന് നാം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുന്ന ആ സമയം തൊട്ട് ഹജ്ജ് ആരംഭിക്കുകയാണ്. പിന്നീട് അവൻ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക തുടങ്ങുകയാണ് തൗഹീദിന്റെ ശബ്ദം. അവിടെ നിന്നങ്ങോട്ട് അവന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് തൗഹീദിന്റെ ശബ്ദങ്ങളാണ്. അവന്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങുന്നത് അള്ളാഹുവുമായി നേരിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ്. അവന്റെ ഹൃദയങ്ങൾ വാചാലമാകുന്നത് ആ സിട്ടാവിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇടയാളന്മാരില്ല, പങ്കുകാരില്ല, മധ്യവർത്തികളില്ല. നേർക്കുനേരെ പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയാണ്. ആ ലബ്ബൈക എന്ന് പറയുന്ന ആ തൽബിയത്തിലൂടെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യവും അത് തന്നെയാണ്. അവിടെ നിന്നങ്ങോട്ട് അവൻ ആ മന്ത്രോച്ചാരണങ്ങൾ, അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ തൗഹീദിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഓരോ കയറ്റത്തിലും ഇറക്കത്തിലും അതുപോലെ അവന്റെ ഓരോ ചലനത്തിലും നടത്തത്തിലും അവൻ അത് ചൊല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഅബയിലേക്ക് അവൻ പ്രവേശിക്കുന്നു. ആ കഅബയിൽ അവിടെ വെച്ചുകൊണ്ട് അവൻ തവാഫ് ചെയ്യുകയാണ്. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് അവൻ ആ കഅബയിലെ വലയം വെക്കുമ്പോ ഹജറുൽ അസ്വദിന്റെ ആ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ആ ആരംഭിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ചരിത്രങ്ങൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. എന്നാൽ ആ ചരിത്രങ്ങൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും അള്ളാഹുവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ. ആ ഹജറുൽ അസ്വദിന്റെ നേരെ അവിടെ വെച്ചുകൊണ്ട് അവൻ ആ തവാഫ് ആരംഭിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവൻ പറയുന്നത് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ. ആ നേരെ നേരിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ നാമത്തിലാണ്, അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും വലിയവൻ, നിന്റെയും എന്റെയും ഇടയിൽ മധ്യവർത്തികളില്ല, നേർക്ക് നേരെ ഞാനിതാ നിന്നിലേക്ക് അടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ആ തവാഫ് ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയുമാണ്. തുടർന്ന് മഖാമു ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആ മഖാമു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലം മഖാം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പറയാറുള്ളത് മഖാം എന്ന് പറഞ്ഞാൽ പല മഹാന്മാരും കിടക്കുന്ന സ്ഥലം എന്നാണ്. മഖാം എന്ന ആ പദത്തിന്റെ അർത്ഥം നിൽക്കുന്ന സ്ഥലം എന്നാണ്. മഖാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി ആ നിന്ന സ്ഥലം അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തിയ ആ ഭാഗത്തിന്റെ ചുറ്റളവിലായിക്കൊണ്ട് നാം അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ, പലരും നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉത്തരം കിട്ടുന്ന ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഏത് ഭാഷയിലുമാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏത് ഭാഷയും അറിയാം. നമുക്കറിയാവുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിനാണ് തുറന്നു പറയുകയാണ്. ആ തുറന്നു പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിന്ന സ്ഥലമാണല്ലോ ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ബിഹഖ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്നില്ല, ബിജാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നില്ല. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചുകൊണ്ട് യാ ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല. കാരണം എന്താ? അത് തൗഹീദിന്റെ വിരുദ്ധമാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുത്ത പ്രവാചകനാണ്, ഖലീലുള്ളാഹി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകനാണ്. എങ്കിലും ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ സഹായത്തിന് വേണ്ടി അവിടെ വെച്ചുകൊണ്ട് പറയുന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് നേരിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പല ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യമായി കൊണ്ട് ഒരു അൽഫാത്തിഹ വിളിക്കുകയോ അതുപോലെയുള്ള ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.
അവിടെ വെച്ച് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവനതാ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് സഫാ മർവയിൽ അവൻ എത്തുകയാണ്. അവിടെ സഅയ് ചെയ്യുകയാണ്. ഒരുപാട് ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന രംഗമാണത്. സഫാ മർവക്കിടയിൽ ഓടുമ്പോ മുമ്പ് നമ്മുടെ ഉമ്മ ഹാജറ ബീവി ഓടിയ രംഗം മനസ്സിലേക്ക് വരുന്നുണ്ട്. അവിടെ വരുന്ന ആ സമയത്ത് ആ ചരിത്രങ്ങളെല്ലാം അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, പടച്ചവനെ, നിന്റെ ഈ പരിശുദ്ധ ഭവനത്തിന്റെ അടുക്കൽ ഞാനിതാ എന്റെ കുട്ടിയെയും കുടുംബത്തെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്ന ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാകും. അങ്ങനെ മടങ്ങിപ്പോരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹാജറ ബീവി പിന്തുടരുന്നുണ്ട്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെയാക്കി നിങ്ങൾ എവിടേക്കാണ് പോരുന്നത്? മറുപടി ലഭിക്കുന്നില്ല. ആ മറുപടി ലഭിക്കാതിരുന്നപ്പോ ഹാജറ ബീവി അവസാനം പറഞ്ഞത്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹുവാണോ നിങ്ങളോട് ഇതിന് കൽപ്പിച്ചിട്ടുള്ളത്? അല്ലാഹുവാണോ നിങ്ങളോട് ഇതിന് കൽപ്പിച്ചിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നഅം എന്ന് മറുപടി പറയുന്നു. അതെ, അല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് ഞാൻ മടങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ഹാജറ ബീവി പറഞ്ഞത്, ഇദൻ ലാ യുളയ്യിഉനാ, എങ്കിൽ ആ അല്ലാഹു ഞങ്ങളെ കൈവിടുകയില്ല. ഇങ്ങനെയുള്ള ആ ചരിത്രങ്ങളെല്ലാം കടന്നു വരുന്ന ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതലായി ചൊല്ലണമെന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ, എന്ന പ്രാർത്ഥന ധാരാളമായി ഉച്ചരിക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഫയുടെ ഭാഗത്തു നിന്നും മർവയുടെ ഭാഗത്തു നിന്നും നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനകളിലൊന്നും യാ വലിയത്തല്ലാഹി ഹാജറ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നില്ല ആരും. അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ആ വലിയന്റെ ഈ ബീവിയുടെ ഏതെങ്കിലും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നത് കിട്ടണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് ആ കർമ്മവും കഴിഞ്ഞതിന് ശേഷം മിനയിലേക്ക് പുറപ്പെടുകയോ ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചതിന് ശേഷം ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ബലി കൊടുത്തിട്ടുള്ള ആ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥ അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ വിതുമ്പുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, ഞാൻ ഉറക്കത്തിൽ കാണുന്നു, എന്തു ചെയ്യണം? അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞിട്ടുള്ളത്, പിതാവേ, അള്ളാഹു എന്താണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്നിട്ടുള്ള നമുക്കറിയാവുന്ന ആ സംഭവം മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ആ സമയത്തും അവിടെ വെച്ചും നമ്മൾ പല സന്ദർഭങ്ങളിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു ഇടയാളൻ അവിടെ കടന്നു വരുന്നില്ല. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദർശധീരനായ ആ പ്രവാചകനെ ഓർത്തുകൊണ്ട് യാ ഇസ്മായിൽ എന്ന് അവിടെ പറയുന്നില്ല, ബിഹഖ് ഇസ്മായിൽ എന്ന് അവിടെ പറയുന്നില്ല, ബിജാഹി ഇസ്മായിൽ എന്ന് അവിടെ പറയുന്നില്ല. അവിടെയെല്ലാം തന്നെ ഏകനായ റബ്ബിനോട് നേരിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും അറഫയിലാകട്ടെ, മുസ്ദലിഫയിലാകട്ടെ, മറ്റു സ്ഥലങ്ങളിലാകട്ടെ, എല്ലാ സ്ഥലങ്ങളിലും നിരന്തരമായി വിശ്വാസികളായ നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നത് റബ്ബിനോടുള്ള തേട്ടമാണ്, അവനോടുള്ള പ്രാർത്ഥനയാണ്. അൽ ഹജ്ജു അറഫ എന്ന പ്രവാചകൻ പറഞ്ഞത് അവിടുത്തെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുന്ന സമയവും സന്ദർഭവും അതാണ്. അവിടെ വെച്ച് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയാണ്. അവിടെയും നമുക്ക് ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വരുന്നില്ല. ഏതെങ്കിലും മഹാനോ മഹതിയോ കടന്നു വരുന്നില്ല. ഏതെങ്കിലും ബാവയോ ബീവിയോ കടന്നു വരുന്നില്ല. ഏതെങ്കിലും പുരോഹിതന്മാരായ ആളുകൾ കടന്നു വരുന്നില്ല. നമ്മൾ എത്ര എളിയവരായിരുന്നാലും, എത്ര പാവപ്പെട്ടവരായിരുന്നാലും, എന്റെ സിട്ടാവായ റബ്ബ്
എന്നെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് നേർക്ക് നേരെ അവൻ സ്വീകരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി അവന്റെ ഇടയിൽ മറ്റൊരാളെയും വെക്കാതെ റബ്ബിനോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്ന അവസരമാകുന്നു അവിടങ്ങളിലെല്ലാം ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്താണ് തൗഹീദ്? തൗഹീദിന്റെ അകക്കാമ്പ് എന്ന് പറഞ്ഞത് പ്രാർത്ഥനയാണ്. ഇബാദത്ത്, ഇബാദത്ത് എന്ന് പറഞ്ഞത് അത് പ്രാർത്ഥനയാണ്. ആ ഇബാദത്ത് എന്ന് പറഞ്ഞത് അത് പ്രാർത്ഥനയുടെ ഇബാദത്തിന്റെ കഴമ്പാകുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത്. അഥവാ പ്രാർത്ഥനയും പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതിനും അള്ളാഹുവിനും ഇടയിൽ യാതൊരു പങ്കുകാരുമില്ല, ഒരു ഇടത്തട്ട് കേന്ദ്രങ്ങളില്ല, ആ രൂപത്തിലുള്ള ഒരു സ്വാധീനങ്ങളും അവിടെ ചെലുത്തേണ്ടതില്ല. നേർക്ക് നേരെ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും പറഞ്ഞത്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവനോട് ഏറ്റവും അടുത്തവനാണ് എന്ന് നീ മറുപടി പറയണം, എന്നോട് അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ തൗഹീദിന്റെ അകക്കാമ്പായ പ്രാർത്ഥന അവിടെ വെച്ചുകൊണ്ട് നമ്മെ പരിശീലിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയപ്പെട്ടവരെ, ആ ഹജ്ജിന്റെ നാളുകളിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവവേദ്യമാക്കുന്ന ആ ശീലം ജീവിതത്തിലുടനീളം മരണം വരെ നമ്മൾ തുടരേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം മരണം വരെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ മറ്റൊരാളെയും പങ്കുകാരാക്കാൻ പാടില്ല, മറ്റൊരാളെയും ആവശ്യമില്ല. കാരണം ആ അള്ളാഹു നമ്മുടെ കണ്ഠനാടിയേക്കാൾ അടുത്തവരാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹു, കഷ്ടപ്പെട്ടവൻ, എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെട്ടവൻ, അള്ളാഹ് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആരാണ്? നിങ്ങളുടെ ദോഷങ്ങൾ മുഴുവനും ഇല്ലാതെയാക്കി തരുന്നവൻ ആരാണ്? ഭൂമിയിൽ നിങ്ങളെ പിൻഗാമികളാക്കിയതാരാണ്? നിങ്ങൾ വല്ലതും പറഞ്ഞാൽ, ചോദിച്ചാൽ അത് കേൾക്കുന്നവൻ, ഉത്തരം നൽകുന്നവൻ, നിങ്ങളെ സഹായിക്കുന്നവൻ ആരാണ്? എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, ആ ഇലാഹും മഅല്ലാഹ്, അള്ളാന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിവർത്തിച്ചു തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കാൻ ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന ഖുർആനിന്റെ ചോദ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചോദ്യമാണ്. അതുപോലെ ഖുർആൻ പറഞ്ഞു, ജീവിതത്തിൽ വല്ല തിന്മകളും വല്ല ദോഷങ്ങളും സംഭവിച്ചാൽ അത് മാറ്റാൻ പടച്ചവനല്ലാതെ മറ്റാരുമില്ല. അള്ളാഹു നിനക്കൊരു നമുക്കൊരു നന്മ ഉദ്ദേശിച്ചാൽ അതിനെ തടഞ്ഞു വെക്കാനും ഒരാളുമില്ല. അവൻ ഉദ്ദേശിച്ചതാണ് ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മ തിന്മകൾ അതെല്ലാം തന്നെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. അതിന് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോടാണ് ശുക്ർ ചെയ്യേണ്ടത്. അവനോടാണ് വല്ല ദോഷങ്ങളുമുണ്ട് എങ്കിൽ അത് മാറിക്കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യേണ്ടത്. എന്നാൽ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് ആളുകൾ അള്ളാഹു അല്ലാത്ത കേന്ദ്രങ്ങളിൽ തങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്നതും കണ്ണീരൊലിപ്പിക്കുന്നതും ഹൃദയവേദനയോടുകൂടി അവതരിപ്പിക്കുന്നതുമെല്ലാം നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെയുള്ള കേന്ദ്രങ്ങളെ പാടെ വർജിക്കുകയും അതുപോലെ തൗഹീദിന്റെ അനുഭവ സാക്ഷ്യമായ ആ ഹജ്ജിന്റെ കർമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന ആ മാതൃകയാണ് തൗഹീദിന്റെ മാതൃക. അതാണ് ഹജ്ജ് വിളംബരം ചെയ്യുന്നത്. അതാണ് ഹജ്ജിലൂടെ ഓരോരുത്തർക്കും അനുഭവമായി തീരുന്നത്. അതിന് പോയ ആളുകളും നിർവഹിക്കുന്ന ആളുകളും എല്ലാവരും തന്നെ ജീവിതത്തിലുടനീളം പിന്നീട് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് തൗഹീദോടുകൂടി അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവാതെ ശ്രദ്ധയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ഏകദൈവാരാധനയുടെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കി എന്റെ സ്വർഗ നരക പ്രവേശനങ്ങളുടെ എല്ലാം
അടിസ്ഥാനം ഇതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വിശാലമായ അർത്ഥത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തൗഹീദുള്ള ആളുകളായി ജീവിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്റൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം എന്ന് നമുക്കറിയാം. ആ പവിത്ര മാസങ്ങളിലെ ഏറ്റവും പുണ്യമേറിയ അഥവാ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പുണ്യകർമ്മങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഴിയാവുന്ന സൽക്കർമ്മങ്ങളെല്ലാം പരമാവധി ചെയ്യാൻ നാം ശ്രമിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഈ ദിവസങ്ങളുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത്. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന പ്രതിഫലമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറഫ നോമ്പ് നോൽക്കാൻ പൂർണ്ണമായ ഈമാനോട് കൂടി, ഇഖ്ലാസോട് കൂടി നോൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഇപ്പോഴത്തെ മാസം കാണലിൻ്റെയും ഉറപ്പിക്കലിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച നോൽക്കുന്നവരുണ്ടാകും, വെള്ളിയാഴ്ചയും നോൽക്കുന്നവരുണ്ടാകും. അത് വീക്ഷണ വ്യത്യാസങ്ങളുടെ പേരിലാണ് അങ്ങനെ ഉണ്ടായിത്തീരുന്നത്. ഈ 2 രൂപത്തിൽ പറയുന്ന ആളുകൾക്കും തെളിവായി ഉദ്ധരിക്കാനുള്ളത് ഒരേ ഹദീസുകൾ തന്നെയാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഇജ്തിഹാദിയായി വന്നിട്ടുള്ള പോരായ്മകളോ അതല്ലെങ്കിൽ തീർച്ചപ്പെടുത്തലുകളോ ആണ് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം. ആ വിഷയം പൂർണ്ണമായി ചർച്ച ചെയ്തുകൊണ്ട് വിവരണങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അവസാനമായി പറയാറുള്ളത് ഫൽ ഹാസിലു അന്നൽ അംറ ഫീഹി സഅത്തുൻ എന്ന. ഈ ഒരു വിഷയത്തിൽ സഅത്തുണ്ട് അഥവാ വിശാലതയുണ്ട്. ഇത് കണിശമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു വിഷയമാകയാൽ 2 ഭാഗത്തേക്കും ചർച്ചകൾ പോകാവുന്ന ഒരു കാര്യവുമാകയാൽ നമ്മുടെ മനസ്സിന് ഈ വിഷയം പഠിച്ചതിന് ശേഷം ബോധ്യമാകുന്നത് ഏതാണോ ആ ദിവസത്തിൽ നമ്മൾ ആ നോമ്പനുഷ്ഠിക്കുക. വ്യാഴാഴ്ചയാണ് നോൽക്കേണ്ടത് എന്ന് ആ വിഷയം പഠിച്ചതിന് ശേഷം ബോധ്യമാകുന്ന ആളുകൾക്ക് അന്ന് നോൽക്കാം. വെള്ളിയാഴ്ചയാണ് നോൽക്കേണ്ടത് എന്ന് ബോധ്യമാകുന്നവർക്ക് അങ്ങനെ നോൽക്കാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഈ കർമ്മങ്ങൾ സ്വീകരിക്കുന്നവൻ. ഏതെങ്കിലും ഒരു പക്ഷപാതിയായി കൊണ്ടല്ല നമ്മൾ ഈ നോമ്പനുഷ്ഠിക്കുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം ഉദ്ദേശിച്ചു കൊണ്ടാണ്. ആ രൂപത്തിലാകുമ്പോൾ നമ്മുടെ ബോധ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണന നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ആ നിലപാട് നമ്മൾ സ്വീകരിക്കുക. ഏതായിരുന്നാലും അറഫ നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് നോൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതുപോലെ ഈ സന്ദർഭം ഞാൻ പറഞ്ഞല്ലോ, ഹാജിമാർ മക്കയിലേക്ക് പോവുകയും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് എന്ന് നമ്മൾ പലരോടും പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടാകും. അവർക്കെല്ലാം ആ പ്രാർത്ഥന നിർവഹിക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാകണം. എന്നാൽ ഇപ്പോ ഹജ്ജിന് പോയിട്ടുള്ള ആളുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് വളരെ കടുത്ത ചൂടാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമായ ആളുകൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കണമെങ്കിൽ നമ്മൾ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രാർത്ഥനയും കൂടി അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ആരോഗ്യത്തോടു കൂടി ഹജ്ജ് കർമ്മം ചെയ്യാൻ അവസരം അവർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മളും പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് പോയിട്ടുള്ള, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരം നീ നൽകണമേ എന്ന് നമ്മളും ഓരോരുത്തരും ഈ ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പിറന്ന കുഞ്ഞിന്റെ പരിശുദ്ധിയോടുകൂടി തിരിച്ചു പോരാൻ പറ്റുന്ന രൂപത്തിലുള്ള
ഹജ്ജ് കർമ്മം പൂർണ്ണമായും കൃത്യമായും ഈമാനോടുകൂടി നിർവഹിക്കുവാൻ ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കാതെ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ ഞാൻ ഇവിടെ ജീവിച്ചു മരിച്ചു പോയാൽ നിന്റെ അടുക്കൽ ഒരു സ്വർഗവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ശിർക്കിന്റെ ലാഞ്ചന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ 5 നേരം നമസ്കരിക്കുന്നവനാകാം, നോമ്പ് നോൽക്കുന്നവനാകാം, ഹജ്ജ് പലവട്ടം ചെയ്തവനാകാം, ഉംറ പലവട്ടം ചെയ്തവനാകാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാകാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനായിരുന്നാലും ശിർക്കിന്റെ ലാഞ്ചന അവന്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ വന്നാൽ ആ ചെയ്ത കർമ്മങ്ങൾ മുഴുവനും പിഴച്ചു പോകുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ ഹബാഅം മൻസൂറ ചിതറിയ ധൂളികളാക്കി പാറ്റിച്ചു കളയുകയും ചെയ്യും എന്ന് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അങ്ങനെയുള്ള ശിർക്കിന്റെ ലാഞ്ചന കലരുന്ന നിർഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ എല്ലാം ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നുണ്ട് റബ്ബേ, പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ അടുക്കൽ നിന്റെ കാരുണ്യത്തോടു കൂടി ജീവിച്ചു മരിച്ചു പോകുവാനും ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.